ഇന്ന് നമുക്ക് ചേമ്പ് മോരൊഴിച്ച് ഒരു കറി ഉണ്ടാക്കാം. ഞാനൊരു 4-5 ചെറുചേമ്പ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട അരപ്പ്: അരമുറി തേങ്ങ, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്. ഇത്രയും അരച്ച് വയ്ക്കുക. ഈ സമയത്ത് ചേമ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കണം. 2 പ്രാവശ്യം ഈ വെള്ളം ഊറ്റിക്കളയണേ. എന്നിട്ട് മൂന്നാമതൊഴിക്കുന്ന വെള്ളത്തിൽ വേണം ചേമ്പ് വേവിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തിളയ്ക്കണം. നല്ല പോലെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിനെ അടുപ്പ് ഓഫ് ചെയ്ത് ഈ കറി മാറ്റി വയ്ക്കാം, ചൂടാറണം. ഈ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക് 2-3 എണ്ണം, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കടുക് വറുത്ത് നല്ലതായിട്ട് മുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് തണുക്കാനായിട്ട് വയ്ക്കുക. നല്ല പോലെ തണുത്ത ശേഷം നമുക്ക് ഒരു ബൗള് കട്ട തൈര് എടുക്കണേ. കട്ട തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ചൂടാറിയ ശേഷമേ തൈര് ഒഴിക്കാവുള്ളൂ, കാരണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് കറി നന്നായിട്ട് തണുക്കട്ടെന്ന് പറഞ്ഞത്. അത് തണുത്ത് ഈ നമ്മളെന്താ പറയുക, തൈരൊക്കെ ഒഴിച്ച ശേഷം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറി നല്ല റെഡിയാക്കി എടുക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.